നമസ്കാരം. സംസാരം ടിവിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ ഈ നിൽക്കുന്ന ആളെ ഞാനായിട്ട് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട, നമുക്ക് എല്ലാവർക്കും അറിയാം. കുറേ തേടി പിടിച്ചാണ് ഇന്ന് അമ്മച്ചി ഒന്ന് കണ്ടു കിട്ടിയത്. രാവിലെ വലിയ മീൻ കിട്ടിയപ്പോഴേ നമ്മളെ വിളിച്ചറിയിച്ചു. അപ്പം അതെ, നമുക്ക് എല്ലാവർക്കും അറിയാം അമ്മച്ചിയുടെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ നമ്മൾ വീഡിയോയിൽ കാണാറുണ്ട്. അപ്പം അമ്മച്ചിയുടെ ഇന്ന് അടിപൊളി അച്ചാറാണ് നമുക്കിന്ന് ഉണ്ടാക്കി തരാൻ പോണത്. അപ്പം എന്തേ പറ അമ്മച്ചി? ഐസ്ക്രീം കൊത്തിച്ചിയാണ്. ഐസ്ക്രീം കഴിച്ച് തൊണ്ടയിൽ ശബ്ദം ഇല്ലാതിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാടൊന്നും അമ്മച്ചി സംസാരിക്കില്ല. എന്നാൽ എന്തേലൊക്കെ ഒന്ന് പറ. ഒച്ചയില്ല. ആ എന്തുണ്ട്, സുഖമാണോ? സുഖമാണല്ലോ. ആ അപ്പൊ എന്താ ഞങ്ങൾക്ക് ഇന്ന് കേര മീൻ അച്ചാറ് അല്ലേ? അപ്പൊ അമ്മച്ചിയുടെ ആ രുചിക്കൂട്ട് എല്ലാം കൂടെ പറഞ്ഞ് നമുക്കൊരു കേര മീൻ അച്ചാറാണ് ഇന്ന് റെഡിയാക്കി തരുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാൻ നേരെ തന്നെ പോവാമെങ്കിൽ നമുക്ക് അങ്ങോട്ട് വാ. നമ്മുടെ അമ്മച്ചിയും ബാക്കി എല്ലാവരും ഇവിടെ തന്നെ നിൽപ്പുണ്ട്. അപ്പം ഇന്ന് നമുക്ക് വലിയ മീനൊക്കെ കിട്ടിയപ്പോൾ വിളിച്ചു രാവിലെ തന്നെ. അപ്പം അച്ചാർ ഉണ്ടാക്കി തരാൻ പോവാണ്. അപ്പം എന്താ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ പോകുന്ന അച്ചാർ? കേരച്ചാർ. വലിയ മീനൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ രാവിലെ തന്നെ വിളിച്ചു. കേരച്ചാർ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കാം. അപ്പം അമ്മച്ചിയും കൂടെ നമുക്കെല്ലാം പറഞ്ഞു തരും അല്ലേ? അമ്മച്ചി ഇരുന്ന് അടുത്തിരുന്ന് നമുക്കെല്ലാം പറഞ്ഞു തരും. അമ്മച്ചി ഞങ്ങൾക്കെല്ലാം പറഞ്ഞു തരണം കേട്ടോ, അടുത്തിരുന്ന്. അത് ഇടിന്നൊക്കെ. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. വെളിച്ചെണ്ണ ഒഴിക്കേണ്ട. ആ എല്ലാത്തിനും ഇവിടെ എല്ലാം വെളിച്ചെണ്ണയാണോ ഉപയോഗിക്കുന്നത്? എല്ലാത്തിനും വെളിച്ചെണ്ണ. നാരങ്ങ, മാങ്ങ, അങ്ങനെയൊക്കെ വെളിച്ചെണ്ണ, നല്ലെണ്ണ. എന്നും ഇവിടെ ഉണ്ടാവോ അച്ചാർ? എന്നും ഉണ്ടാക്കുവോ? ഉണ്ടാവും. ഇവിടെ ഏറ്റവും ഇതാകുന്ന അച്ചാർ ഏതാ? കൂടുതൽ ഇവിടുന്ന് പോണ അച്ചാർ നമ്മുടെ നോൺ വെജ്, ബീഫ്, ആ അതൊക്കെയാണ് കൂടുതൽ രുചിയാണ്. ഏതൊക്കെ മീൻ കൊണ്ട് ഇവിടെ അച്ചാർ കൂടുതലും? മീൻ അച്ചാർ വരുന്നത് കേരയുണ്ട്, ഓലക്കൊടിയനുണ്ട്, പിന്നെ നെയ്മീനുണ്ട്. ആദ്യം ഇത് മീൻ ഇതാക്കുമല്ലേ, വറക്കും. വറുത്തിട്ട് ഇതിന്റെയൊക്കെ ടെക്നിക്ക് പറഞ്ഞാൽ ആരാ? മുതലാളിയാണല്ലേ? അമ്മമ്മ ഇങ്ങനെ പണ്ടേ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണോ ഇങ്ങനെയൊക്കെ നമുക്ക് തുടങ്ങാം? അതിന്ന് ഇൻസ്പിറേഷനായി. ഇവിടത്തെ മാസ്റ്റർ ബ്രെയിൻ ആണ് ഈ നിൽക്കുന്നത്. ഇനി നമ്മള് എണ്ണ ചൂടായി ഇനി മീൻ ഇടേണ്ട. ഉണ്ടാക്കി അത് തിരിഞ്ഞു വെച്ചിരുന്ന വിനാഗിരി ഉപ്പും കൂടെ ഇട്ട് കളിക്കും. നമ്മൾ ആദ്യം തുടങ്ങിയ ഒരു അച്ചാർ ഏതായിരുന്നു ഇവിടെ? ബീഫില് തുടങ്ങി. ഇന്ന് എന്തൊക്കെയാ 10 കൂട്ടങ്ങള്? ബീഫുണ്ട്, ഫിഷ്, മൂന്ന് ടൈപ്പ്. പിന്നെ ചെമ്മീനുണ്ട്, ചെമ്മീൻ 2 ടൈപ്പ് ഉണ്ട്. പിന്നെ ചിക്കൻ, കക്കയിറച്ചി, മാങ്ങ, നെല്ലിക്ക, നാരങ്ങ, വെളുത്തുള്ളി, കൂവിക്ക. ഇങ്ങനെ പോന്നു. ഐസ്ക്രീം കൊതിയാന്നൊക്കെ കേട്ടല്ലോ, അതുകൊണ്ട് തന്നെ തൊണ്ട ഇങ്ങനെ ആയത്. ഐസ്ക്രീം ഭയങ്കര ഇഷ്ടാ? ഐസ്ക്രീം കാര്യമാണോ? ഒച്ചയില്ലാണ്ടായി പോയി. ഐസ്ക്രീം കുടിച്ചിട്ടാ ഭയങ്കര ഇഷ്ടമാണല്ലോ ഐസ്ക്രീം. ഐസ്ക്രീം ഉണ്ടാക്കാൻ അറിയോ? ഇല്ല. അതെന്താ നോക്കാഞ്ഞേ? നമുക്ക് അതല്ലേ ഏറ്റവും ഇഷ്ടം. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാറില്ല. ഇല്ല, അത് നമ്മളെ മൊത്തം വറ്റണം അല്ലേ? വറുത്തെടുക്കണം. ചെറിയൊരു ജലാംശം ഉണ്ടെങ്കിൽ കേടായി പോകും. കെമിക്കൽ യൂസ് ചെയ്യാത്ത ഒരു തരി ജലാംശം പോലും പാടില്ല. പക്ഷെ സാധാരണ മീൻ അച്ചാറൊക്കെ എത്ര ദിവസം വരെയൊക്കെ ഇരിക്കും? നമ്മ ലൈഫ് കൊടുക്കുന്നത് 3 മാസം. 3 മാസം. അത് ഫ്രിഡ്ജിൽ വെക്കാണ്ട് പുറത്തില്ലാത്ത ടീസ്പൂൺ യൂസ് ചെയ്യണം. നനവിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് പൂപ്പൽ പിടിക്കും. നമ്മളായാലും സ്പൂണൊക്കെ തുടച്ചെടുക്കണം. നമ്മുടെ പാക്കിങ്ങും എല്ലാം ഇവിടെ തന്നെ.
ഫുള്ള് നമ്മളിത് വെളിച്ചെണ്ണയിൽ മാത്രം ഇട്ട് വറുക്കത്തേ ഉള്ളൂ, വേറെ ഒന്നും ചേർക്കില്ല. മാറ്റിയിട്ട് അച്ചാറാക്കി. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ വേറൊരു ചേട്ടനും കൂടെ ഒക്കെ ഉണ്ടല്ലോ, കടയിൽ പോയേക്കാണ്. അപ്പോൾ ഇപ്പൊ ട്രിപ്പൊക്കെയാണ് നിങ്ങളെല്ലാരും? എല്ലാം ഉണ്ട്. ഇവിടെ എങ്ങനെ അമ്മച്ചി വഴക്കൊക്കെ പറയോ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് വെച്ചില്ലെങ്കിൽ? പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. മാറ്റിക്കോ. നമ്മളിത് ഇളക്കി കൊടുക്കണോ? അടി പിടിക്കരുത്. അതെ, നിങ്ങളുടെ വീഡിയോസ് ആണെന്ന് എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട്. നിങ്ങളിത് എങ്ങനെ എടുക്കുന്നത്? നല്ല അടിപൊളിയായിട്ട് എടുത്തു പോകണല്ലോ. റീടേക്ക് ഒക്കെ എടുക്കാറുണ്ടോ അതോ ഇങ്ങനെ ഫ്ലോയിൽ അങ്ങ് പോവാണോ? റീടേക്ക് ഒക്കെ ഉണ്ടാവും, എഡിറ്റ് ചെയ്തിട്ട് ഇടുന്നതായിരിക്കും അല്ലേ? ഇല്ല, ആ ഫ്ലോയിലാണ് ഉണ്ടാവും. അമ്മ ഫുൾ സപ്പോർട്ടാണല്ലേ? വീഡിയോ ഒക്കെ എടുത്തോ, പോസ്റ്റ് ചെയ്തോ അല്ലേ? അപ്പൊ നമ്മുടെ മീൻ പാകമായോ? ആയിട്ടുണ്ട്. ഈ ഒരു ഇത് വേണം അല്ലേ? കളർ വേണം. എന്നാ ഒരുപാട് അങ്ങോട്ട് കറക്കാനും പാടില്ല. നമ്മള് കോരെടുക്കും. ഈ കളർ വേണം. ഇത് എണ്ണ മൊത്തം ഇതിനകത്ത് ഊറ്റി വീഴണം അല്ലേ? ഇതിൽ തന്നെ വെളുത്തുള്ളി ഇടണം. കണക്കുണ്ടോ അമ്മ എത്ര വെളുത്തുള്ളി വേണമെന്ന്? ഇല്ല, അതൊരു ഉദ്ദേശം വെച്ചിട്ടുണ്ട്. നമ്മൾ വറുത്ത് കോരി എടുത്ത എണ്ണയ്ക്കകത്ത് തന്നെയാണ് ബാക്കിയെല്ലാം ഉണ്ടാക്കണം ചെയ്യണത്. അത് നമുക്ക് ടേസ്റ്റ്, ആ എണ്ണയുടെ ടേസ്റ്റ് കിട്ടുമോ അതോ? കിട്ടും. ഇഞ്ചി ചതച്ചത്. അമ്മ ഇത് ഒരുപാട് നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അടുക്കി പിടിക്കും അല്ലേ? അടുക്കി പിടിപ്പിക്കും. പിന്നെ നമുക്ക് ഇതിന്റെ കളർ എങ്ങനെ നമ്മൾ അറിയാം ഇത് ശരിയായിട്ട്? ഇഞ്ചിയുടെ കളറില്ലേ, അതിപ്പോ ഈ കളറല്ലേ, ഇതൊന്നും കൂടി കളർ റെഡ് ആവണമല്ലേ? വെളുത്തുള്ളി അപ്പൊ അതിൽ കൂടി ഉടഞ്ഞോളും. നമുക്കൊരു കണക്കില്ല അല്ലേ? നമുക്ക് അറിയാം എത്ര ഇടണമെന്നല്ലേ? 200 കിലോനൊക്കെ ഉണ്ടാക്കുമ്പോ അതിന് മീറ്റ് ഉണ്ടാവും, അതൊക്കെ അറിയാം. അപ്പം നമ്മുടെ ഇത് റെഡി ആയിട്ടിരിക്കുക അല്ലേ? ഇനി നമ്മള് എന്താ ഇടുന്നേ? ഇനി പച്ചമുളകും വേപ്പിലയും കൂടെ. വേപ്പിലൊന്ന് വാടണം. പച്ചമുളക് അത് കഴിയുമ്പോ പൊടി, മുളക് പൊടി. മുളക് പൊടി. മസാല അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു? മസാല, അച്ചാർപൊടി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തേ. ഇനി എന്താ? ചൊറുക്ക. എത്ര ഒഴിക്കണം അങ്ങനെ ഉണ്ടോ? ഇത് ഒരു 2 കുപ്പി. 2 കുപ്പി. അപ്പൊ നമ്മൾ ആദ്യം മീൻ വൃത്തിയാക്കി പൊഴിച്ചില്ലേ, അത് എന്തിനപ്പം? അത് ഇതിന്റെ ഉളുമ്പും കാര്യങ്ങളൊക്കെ ഊർന്ന് പൊക്കോളും. പിന്നെ മീന് നല്ല ഉറപ്പും കിട്ടും. അപ്പൊ അധികം ഉടയില്ല. നമ്മളിനി മീൻ ഇടുക അല്ലേ? ഈ എണ്ണ ഇരുന്ന് കുറുകി വറ്റണോ അതോ
അത് മീൻ വലിച്ചെടുത്തോളൂ. വറുത്തേക്കാണ് കുതിരുന്നോളം ഇത് വലിഞ്ഞു. ഈ വെളിച്ചെണ്ണ കിടന്നിട്ട് കുതിർന്ന് ലൂസായി വരുന്നത്. പിന്നെ ഇത് എത്ര നേരം എടുക്കും ഫുള്ള്? കുറച്ച് നേരം കൂടി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. കുറച്ച് നേരം ഇരുന്നാൽ മതി. ഇനി എന്നിട്ട് ഓഫാക്കാൻ തിളച്ചില്ല. പിന്നെ ഓഫായി കഴിഞ്ഞാൽ പിന്നെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്താലും ഈ തളയിലിരുന്ന് തന്നെ തിളച്ച് ഇതായിക്കോളും. മീനകത്തെല്ലാം വലിച്ചെടുത്തോളും. അമ്മമ്മ റെഡി ആയല്ലേ? ആ അമ്മച്ചിയുടെ അച്ചാറ് കുറേ നാളായിട്ട് വിചാരിക്കുന്ന ഇങ്ങോട്ട് വരണം. ഇന്നാണ് പറ്റിയത് ഇവിടുത്തെ അച്ചാറ് കൂട്ടാൻ. അപ്പം അമ്മച്ചിയുടെ മീനച്ചാറ് കൂട്ടി നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ഇതിപ്പോ ഉണ്ടാക്കിയാറുണ്ട്. ഇനി ഉള്ളിരുന്ന് ഇതൊക്കെ വലിച്ച് ഈ മസാല എല്ലാം ഇതൊക്കെ പിടിക്കും. കൈമ ഒറിജിനലി ടേസ്റ്റോട് മാറുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ മീനൊക്കെ നല്ലതായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ കാത്ത് അമ്മച്ചിയുടെ അച്ചാർ കൂട്ടാൻ ഇവിടെ എത്തി. അമ്മച്ചി അച്ചാറും വെച്ചത് ഞാൻ ടേസ്റ്റും ചെയ്തു. അടിപൊളിയായിരുന്നു. അപ്പം അമ്മച്ചിയുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞു. പിന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞ് ഇവിടുത്തെ അച്ചാർ ആരും വാങ്ങേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയാം ഫേമസ് ആണ് ഇവിടുത്തെ അച്ചാറെന്ന്. ഇപ്പോൾ കൂട്ടണമെന്ന് വെച്ചിട്ട് ഞാൻ ഇന്ന് ഇവിടെ എത്തി പെട്ടെന്ന് രാവിലെ തന്നെ. അപ്പം ഒരുപാട് സന്തോഷമുണ്ട് അമ്മച്ചി. വയ്യാതെ ഇരുന്നിട്ടും ഞങ്ങളുടെ കൂടെ ഇത്രയും നേരം നിന്ന് രാവിലെ തൊട്ട് അച്ചാർ ഉണ്ടാക്കി തീരണ വരെ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. ടേസ്റ്റ് ചെയ്യണ വരെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരെ ബൈ.